വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജു, ഞാൻ കാലിക്കറ്റ് ആണുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു താരൻ മാറി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ താരൻ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഹോട്ട് ഓയിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യേണ്ടത്. പിന്നെ ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ താരൻ മാറി കിട്ടുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളുടെ മുടി കൂടുതലായിട്ട് വളരാനും പുതിയ മുടികൾ കിളിർത്ത് വരാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട്, എന്നാലും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്നത് ഹോട്ട് ഓയിൽ തന്നെയാണ്. അപ്പം ഈ ഹോട്ട് ഓയിൽ ചെയ്യാന്ന് പറയുമ്പം വെറുതെ എണ്ണ ചൂടാക്കി അങ്ങ് അപ്ലൈ ചെയ്യല്ല കേട്ടോ വേണ്ടത്. അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതും എങ്ങനെയാണ് ഹോട്ട് ഓയിൽ ചെയ്യാന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എണ്ണ ചൂടാക്കാൻ പാടില്ല. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇവിടെ എണ്ണ ചൂടാക്കി എടുക്കേണ്ടത്. ഞാനിവിടെ കാച്ചിയ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ആദ്യം കാച്ചി വെച്ചതുകൊണ്ട് തന്നെ രണ്ടാമത് അത് ചൂടാക്കിയാൽ, അതായത് ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കിയാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് നമുക്ക് തലയിലേക്ക് എത്രയാണോ എണ്ണ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും വെളിച്ചെണ്ണ ഈ ഒരു പാത്രത്തിൽ എടുക്കുക. എന്നിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കുക. എന്നിട്ട് ഈ ഒരു പാത്രം അതിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുന്നത്. ഇപ്പം നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഈ ഒരു എണ്ണയാണ് നമ്മളിനി തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് നമ്മളുടെ മുടിയുടെ ജട മുഴുവനായിട്ടും കളഞ്ഞെടുക്കണം. ആദ്യം നമ്മൾ നെറുകിലാണ് എണ്ണ വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുക്കാം. എന്നിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ എണ്ണ വെക്കാൻ പോകുന്നത്. കാരണം എണ്ണയ്ക്ക് കുറച്ച് ചൂടുണ്ടാവും. അതുകൊണ്ട് ഈ കോട്ടൺ ആ എണ്ണയിൽ ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം നമ്മളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നല്ല ചൂടിൽ ഒരിക്കലും നമ്മൾ തലയിൽ എണ്ണ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒരു ചെറു ചൂട് മാത്രം മതി. നമ്മളുടെ തലയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ചൂടിൽ നമ്മൾ എണ്ണ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ ഒരുപാട് പാർട്ടീഷൻ എടുത്ത ശേഷം അവിടെയൊക്കെ നന്നായിട്ട് സ്കാൽപ്പിലാവുന്ന രീതിയിൽ ഈ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹോട്ട് ഓയിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ താരൻ മാറിക്കിട്ടുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളുടെ മുടിയുടെ ബലം വർദ്ധിക്കാനും നമ്മളുടെ സ്കാൽപ്പിൻ്റെയും ഹെയറിൻ്റെയും ഡ്രൈനെസ് കുറയ്ക്കാനും പിന്നെ സ്പ്ലിറ്റ് എൻഡ് ഉള്ളവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഈ ഹോട്ട് ഓയിൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒരുപാട് പേരുടെ ഒരു സംശയമാണ് ഹോട്ട് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഓയിലാണ് എടുക്കേണ്ടതെന്നുള്ളത്. ശരിക്കും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ ഓയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ഓയിൽ നമ്മൾ ചെറു ചൂടോടുകൂടി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ എടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ മുടിക്കും സ്കാൽപ്പിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പം നമ്മൾ നമ്മളുടെ സ്കാൽപ്പിൽ മുഴുവനായിട്ടും ആവുന്ന രീതിക്ക് നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സ്കാൽപ്പിന് നന്നായിട്ടൊരു മസാജ് കൊടുക്കാം. അധികം പ്രഷർ കൊടുക്കാതെ വളരെ ലൈറ്റായിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. ഇങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് മുടി വളരാനും പിന്നെ മുടി പുതിയതായിട്ട് കിളിർത്ത് വരാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലും താരനും ഉണ്ടെങ്കിൽ എന്തായാലും ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു ഹോട്ട് ഓയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് മുടിയുടെ തറ്റം വരെ ഇതേ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ സ്പ്ലിറ്റ് എൻഡ് കുറയാനും നമ്മളുടെ മുടിയുടെ ഓരോ ഇഴകൾക്കും നല്ല കട്ടി വരാനും അതുപോലെ തന്നെ മുടിക്ക് ബലം വയ്ക്കാനും പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് മുടി ഇതുപോലെ താഴേക്കിട്ടിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കാം. നമ്മളുടെ തലയുടെ ബാക്ക് വശത്തിന് നന്നായിട്ട് മസാജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് തല നന്നായിട്ട് കഴുകി കളയാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.